ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. 20,000 കിലോമീറ്റർ കൂടുമ്പോൾ ഓയിൽ മാറിയാൽ പോരെ? ഇങ്ങനൊരു സംശയം നിങ്ങൾക്കുണ്ടോ? അതായത് എന്തിനാണ് ഈ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഓയിൽ മാറുന്നത്? 20,000 ആകുമ്പോൾ മാറിയാൽ പോരെ? തെറ്റ്. ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അശോകൻ CP ആണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: കമ്പനി ഷോറൂമിൽ തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടോ? പുറത്ത് സ്വകാര്യ കമ്പനിയിൽ കൊടുത്താൽ പോരെ? 20,000 കിലോമീറ്റർ ഓടിയാൽ സർവീസ് ചെയ്താൽ പോരെ? എൻ്റെ വാഗണാർ കാറാണ്. വടകര പോപ്പുലർ മാരുതിയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസ്തത തോന്നുന്നില്ല. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് വന്നൊരു കമൻറ്റാണ് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇത് സംഭവം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷോറൂമിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നു ഈ വ്യക്തത വരുത്താനുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷോറൂമിൽ തന്നെ നിങ്ങൾ സർവീസ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന വാഹനം അത്യാവശ്യം പുതിയ വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധികം പഴക്കമില്ലാത്ത വാഹനമാണെങ്കിൽ അതിന് വാറണ്ടി നമുക്ക് കിട്ടുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ വാറണ്ടി കഴിഞ്ഞു പോയാൽ പോലും നമുക്ക് ആ കിട്ടുന്ന ഒരു വാറണ്ടി പീരീഡ്, ഗുഡ് വിൽ വാറണ്ടി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടും, സർവീസ് പ്രോപ്പർ ആണെങ്കിൽ. അതവിടെ മാറ്റി വെച്ചേക്കട്ടെ. ഇനി മെയിൻ കാര്യത്തിലോട്ട് നമുക്ക് വരാം. 20,000 കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ചെയ്താൽ പോരെ? നമ്മുടെ വാഹനം, അല്ലെങ്കിൽ പലരും വാഹനത്തിൻ്റെ എൻജിൻ ലൈഫ് കുറയുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പം നമ്മൾ കണ്ടൊരു കാര്യം, 20,000 കിലോമീറ്റർ. ശരിക്കും ഒരു വാഹനത്തിൻ്റെ സർവീസ് പീരീഡ് എന്ന് പറയുമ്പോൾ 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ സർവീസ് നമ്മൾ ചെയ്തിരിക്കണം. അതായത് എൻജിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, ഈ ഒരു കാര്യം ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ ഓരോ തവണ ഹീറ്റായി കോൾഡ് ആവുന്ന രീതിയാണ് അവിടെ നടക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രോപ്പർട്ടി നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഒരു വർഷം കാലാവധി കൃത്യമായിട്ട് പറയുന്നതിൻ്റെ കാര്യം. അതിപ്പം നമ്മൾ വീട്ടിലൊരു മരുന്ന് മേടിക്കുന്നു, ഈ മരുന്ന് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഒരു ബ്രെഡ് മേടിക്കുന്നു, ഈ ബ്രെഡ് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഒരു കാലാവധി പറയുന്നുണ്ട്. നമ്മൾ പൊട്ടിച്ചാലും കൊള്ളാം, പൊട്ടിച്ചില്ലെങ്കിലും കൊള്ളാം, ഒരു 5 ദിവസമായിരിക്കും അതിൻ്റെ കാലാവധി പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ. ഇത്ര നാളെ അതിനൊരു കാലാവധി പറയുന്നുള്ളൂ. ആ കാലാവധി കൃത്യമായിട്ട് നമ്മൾ മാറ്റിക്കോണം. അതായത് എൻജിൻ ഓയിൽ ഇന്ന് ഒഴിച്ചു, ഇന്നേക്ക് ഒരു വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് അത് മാറിക്കോണം. ഈ 10,000 വരെ വെച്ചുകൊണ്ടിരിക്കാതെ ഒരു 9,500 ആകുമ്പോൾ മാറിയാലും കുഴപ്പമില്ല. ഇനി ഇത് 20,000 വരെ പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ എൻജിൻ ഓയിലിൻ്റെ വിസ്കോസിറ്റി അഥവാ കട്ടി കൂടിക്കൊണ്ടിരിക്കും. ഈ കട്ടി എങ്ങനെ കൂടുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ വാഹനത്തിനകത്ത് ചെറിയ രീതിക്ക് കാർബൺ ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ കാർബൺ ഡെപ്പോസിറ്റ് നമ്മുടെ എൻജിൻ ഓയിൽ തന്നെയാണ് വലിച്ചെടുക്കുന്നത്. അതായത് എൻജിൻ ഓയിൽ ഒരു ക്ലീനിങ് ഏജൻ്റായിട്ടാണ് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിനിൽ വർക്ക് ചെയ്യുന്നത്. ലൂബ്രിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് നമ്മുടെ വാഹനത്തിൽ എൻജിൻ ഓയിൽ നടത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന എൻജിൻ ഓയിൽ ക്ലീൻ ചെയ്യുന്ന സമയത്തും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അങ്ങനെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്ന സമയത്ത് എൻജിൻ ഓയിൽ കട്ട പിടിക്കും. 25,000 കിലോമീറ്റർ ഓടിയിട്ടും വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ മാറാത്ത വാഹനം എനിക്കറിയാം. നമ്മുടെ അവിടെ സർവീസിന് വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ഓയിൽ ക്യാപ്പ് അഴിച്ച് ജസ്റ്റ് കൈയൊന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ നല്ല കുഴമ്പ് പരുവത്തിലിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ കസ്റ്റമർ ചോദിക്കും, ഇതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, വാഹനം ഓടുന്നുണ്ട്. ഇപ്പോൾ വാഹനം ഓടും. ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയുന്ന പോലെ ഇപ്പം കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വലിയൊരു പ്രശ്നമാണ് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ പണി ഉണ്ടാകും. ഇനി നമ്മൾ ഇത് മാറ്റി വെച്ചും, അതായത് ഇത് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ഒന്ന് എൻജിൻ ഫ്ലഷിങ്ങും കൂടെ ചെയ്ത് പിന്നെ പുതിയ എൻജിൻ ഓയിൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? പതുക്കെ എൻജിൻ ഓയിൽ കത്താൻ തുടങ്ങും. എങ്ങനെയാണ് ഇത് കത്താൻ തുടങ്ങുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പഴയ എൻജിൻ ഓയിൽ അതിനകത്തിരുന്ന് കട്ടിയായി ഇതിൻ്റെ തേയ്മാനവും കൂടി, അതായത് എൻജിനകത്ത് തേയ്മാനവും കൂടി പുതിയ കൃത്യമായിട്ടുള്ള ഓയിൽ വന്ന സമയത്ത് ഈ വന്നിരിക്കുന്ന തേയ്മാനം അല്ലെങ്കിൽ ആ ഒരു വെയറിൻ്റെ ഇടയ്ക്കൂടെ പതുക്കെ ഓയിൽ കയറി കത്താൻ തുടങ്ങും. ഇങ്ങനെ ഓയിൽ കത്താൻ തുടങ്ങുമ്പോൾ ഓയിൽ ലെവൽ കുറയും, വാഹനത്തിന് എൻജിൻ പണിയാവും. അന്നേരം നമ്മൾ പറയും, ഈ വാഹനം 5 പൈസയ്ക്ക് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഈ എൻജിൻ കൊള്ളത്തില്ല എന്ന് നമ്മൾ പറയും. പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, എൻജിൻ ഓയിൽ കൃത്യമായിട്ട് മാറി വിട്ടോണം. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ 20,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ആ വാഹനത്തിന് എന്തൊക്കെ സംഭവിച്ചെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ബ്രേക്കിന് പ്രശ്നങ്ങൾ വരാം, ബ്രേക്കിൻ്റെ പാഡ് തീരാറായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ കാലിപ്പർ പിന്നിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, സ്റ്റക്ക് ഉണ്ടായിരിക്കാം, ബ്രേക്ക് പാഡ് തീർന്നോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കത്തില്ല. ഇതെല്ലാം നോക്കണം. എൻജിൻ്റെ കൂളൻ്റ് കൃത്യമായിട്ട് മാറേണ്ട സമയം, അല്ലെങ്കിൽ അടിഭാഗത്ത് തട്ടോ വല്ലതും വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ലീക്കോ വല്ലതും ഉണ്ടോ, ബ്രേക്കിൻ്റെ ഫ്ലൂയിഡിൻ്റെ കാര്യം, ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ സർവീസ് ചെയ്തോണം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, 5,000 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു ജസ്റ്റ് ജനറൽ ചെക്കപ്പായിട്ട് ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം 10,000 കിലോമീറ്റർ, അതായത് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഓയിലും ഫിൽറ്ററും കൃത്യമായിട്ട് മാറി വിട്ടോണം. ചില വാഹനങ്ങളിലൊക്കെ
15,000 കിലോമീറ്ററാണ് ഓയിൽ ചേഞ്ച് കാലാവധി പറയുന്നത്. 15,000 വരെ പോകരുത് എന്നേ ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. ഒരു കുറച്ച് നേരത്തെ മാറി വിടാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫും കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തൊട്ടെങ്കിലും നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർവീസ് ചെയ്ത് തന്നെ പോവുക. പിന്നെ ഷോറൂമിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നു, അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്സ് ഡിഫക്റ്റ് ആയിട്ട് കണ്ടു എന്ന് സങ്കല്പിക്കുക. അതായത് ഇപ്പം നമ്മുടെ വാഹനത്തിൻ്റെ ഡിഫക്റ്റ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, വേറെ വാഹനങ്ങൾ അതേ സെയിം വാഹനം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇതിന് 2 അല്ലെങ്കിൽ 3 വാഹനത്തിന് ഡിഫക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യം ഇത് എന്താണെന്നുള്ള സ്റ്റഡി നടത്തും. സ്റ്റഡി നടത്തിയിട്ട് ഈ കംപ്ലയിൻറ്റ്സ് ഇനി വരാതിരിക്കാൻ വേണ്ടി മോഡിഫൈഡ് പാർട്സ് എല്ലാം വാഹനത്തിന് ഫ്രീ ആയിട്ട് മാറിക്കൊടുക്കാൻ പറയും. പക്ഷേ ഇതൊന്നും ഒരിക്കലും നിങ്ങൾക്കൊരു പുറത്തൊരു വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് കിട്ടുന്നതല്ല. കാരണം അവർക്ക് അതിൻ്റെ ഒരു അപ്ഡേഷനോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതേ സ്ഥാനത്ത് ഓതറൈസ്ഡ് വർക്ക്ഷോപ്പിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് വാഹനത്തിനൊരു അപ്ഡേഷൻ വന്നാൽ പോലും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പണ്ടൊരു സൂപ്പർ ക്യാരി, ഒരു ഡീസൽ വാഹനം, ഡീസൽ സൂപ്പർ ക്യാരിക്ക് വന്നൊരു കംപ്ലയിൻറ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. അതിനൊരു വാർണിംഗ് ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത് വന്നപ്പോഴേക്കും അതിൻ്റെ EGR അസംബ്ലിയും കുറച്ച് പാർട്സുകളും മാറാനുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 20,000-25,000 രൂപയോളം പാർട്സിന് പ്രൈസ് വരുന്നുണ്ടായിരുന്നു. ആ ഒരു പാർട്സ് മൊത്തം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ, അതായത് ഡീലറിൽ നിന്ന്, മാരുതിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഡീലർഷിപ്പിൽ നിന്ന് തന്നെ അത് ഫുള്ളായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് മാറി കിട്ടുമായിരുന്നു. അത് അറിയാതെ പുറത്ത് സർവീസ് ചെയ്ത് ഒരുപാട് വാഹനങ്ങൾക്ക് അത് മാറി കിട്ടിയില്ല. പിന്നെ ഈ ഒരു കംപ്ലയിൻറ്റ് അവർ പുറത്ത് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നടക്കാത്തതുകൊണ്ട് എല്ലാവരും ഷോറൂമിൽ വന്നു. പക്ഷേ പിന്നെ അത് കിട്ടത്തുമില്ലായിരുന്നു. കാരണം അത് ചെയ്യേണ്ട ഒരു ടൈമുണ്ട്. ആ ഒരു ടൈം പീരീഡിനകത്ത് അത് ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും കിട്ടത്തില്ല. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് സ്വിഫ്റ്റിൻ്റെ ഒരു കാര്യം. ബ്രേക്ക് കിട്ടാതെ പോകുന്ന 2012 തൊട്ട് ഒരു 13 അവസാന കാലഘട്ടം വരെയുള്ള വാഹനങ്ങളിൽ ബ്രേക്ക് ചില സമയത്ത് സ്ലോയിൽ പോകുന്ന സമയത്ത്, അതായത് ഐഡ്ലിങ്ങിൽ പോകുന്ന സമയത്ത് ബ്രേക്ക് കിട്ടാതെ അല്ലെങ്കിൽ ബ്രേക്ക് ഹാർഡായി നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നുണ്ടായിരുന്നു. അത് VVT ആയതുകൊണ്ട് VCMൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പുറത്ത് സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേര് ചെയ്തൊരു കാര്യമാണ്. ബ്രേക്ക് ബൂസ്റ്റർ, ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടർ കാര്യങ്ങളൊക്കെ മാറിയിട്ടും പ്രശ്നം തീരാതെ അവസാനം ഷോറൂമിലോട്ട് കൊണ്ടുവന്നു. അന്നേരം നമ്മൾ പറഞ്ഞു ഇതുപോലെ പ്രോഗ്രാം ചെയ്താൽ മതി. 5 പൈസ മുടക്കില്ലാതെ അവർക്ക് ആ പ്രോഗ്രാം ചെയ്തപ്പം പ്രശ്നം തീർന്നു. വെറുതെ കുറേ പൈസ കൊണ്ട് കളയുന്നൊരു പ്രശ്നം. ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ പുറത്ത് ചെയ്താലും ഷോറൂമിൽ ചെയ്താലുള്ള ഡിഫറൻസ്. പിന്നെ ഇത് ഒരു കസ്റ്റമറുടെ ഡിസിഷനാണ് എവിടെ ചെയ്യണമെന്നുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ നിന്നതിൻ്റെ ഒരു വ്യക്തമായിട്ടൊരു അഭിപ്രായമാണ് പറയുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം കാശ് കൊടുക്കുന്നത് നിങ്ങളുടെയാണ്, നിങ്ങളുടെ വാഹനമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും.